ഹലോ, ഞങ്ങളിപ്പോൾ ഇതേ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ് കേട്ടോ, കുട്ടികളുടെ വിഭാഗത്തിൽ. അപ്പോൾ ഞങ്ങളേനെ ഇവിടെ ആക്കിയിട്ട് മണിയേട്ടൻ പോയിട്ട്, അപ്പോൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ മെയിൻ മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് അവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ട് ആ പാർക്കിലൊന്ന് കയറി. അങ്ങനെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ, നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ ദേ ഈ കിടക്കുന്നത് കണ്ട നമ്മുടെ നെസ്റ്റാൾജിയ സാധനം ഞാവൽപ്പഴം നിറയെ ഉണ്ട് കേട്ടോ. മെഡിക്കൽ കോളേജിൽ കുറേ കിടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലൊക്കെ എടുക്കുന്നത് ഫുള്ള് ഞാവൽപ്പഴമാണ് കേട്ടോ. പിന്നെ അത് കുട്ടി കണ്ടില്ലേ, ഇരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമേ ഇരിക്കാറുള്ളൂ. അപ്പോൾ കൊതി മൂത്തിട്ട് ഞാൻ ഒരു രണ്ടെണ്ണം കഴുകി എടുത്തിട്ട് നിലത്ത് വീഴുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ പിള്ളേരൊക്കെ ഇതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ സാധനമാണല്ലോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കുറേ നാളായി കഴിച്ചിട്ട്. ഉണ്ണിക്ക് കൊടുത്തു, ഉണ്ണിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ആ ഇഷ്ടമായ കാരണം കൊണ്ട് തന്നെ ഇനിയും വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മരത്തിനോട് ചോദിച്ചോളാം. അങ്ങനത്തെ വെള്ളി നക്ഷത്രത്തിലെ കുട്ടിയെ പോലെ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകാനുള്ള പവർ ഇല്ലാത്ത കാരണം കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുകയാണ്. അതേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ അമ്മ ചോറുമാമു വേണമെന്ന്. ചോറുമാമു കൊടുക്കണ സമയമായിട്ടില്ല, പൊതിച്ചോറ് കൊടുക്കാറായിട്ടില്ല. 12:30 ഇട്ട് കൊടുക്കുള്ളൂ, 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ജയിൽ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബിരിയാണി മേടിച്ച് കൊടുത്തു കേട്ടോ. ചോറുമാമു വേണം പറഞ്ഞ ആളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിരിയാണി തിന്നണേനെ നമ്മൾ മാത്രമല്ല, ഇതേ കാവലായിട്ട് പട്ടികളുണ്ട് കേട്ടോ. വേറെ ആരും ഫുഡ് കഴിക്കാത്ത കാരണം 2 പട്ടികളുണ്ടായിരുന്നു അവിടെ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് അതൊക്കെ വേസ്റ്റിലൊക്കെ കൊണ്ടിട്ട് കൈയൊക്കെ കഴുകിയിട്ടുള്ള ശേഷമുള്ളതാണ്. ഇതേ ഇങ്ങോട്ടും അങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ.